ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മെയ് മാസത്തെ സോളാർ ബില്ലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് സോളാർ ബില്ലിൻ്റെ വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 ദിവസത്തേക്ക് KSEB എന്തൊക്കെ ചാർജസ് ആണ് ഈടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ കാണുക. അങ്ങനെ ജൂൺ 4-ാം തീയതി വൈകുന്നേരം മീറ്റർ റീഡിംഗ് എടുക്കാൻ KSEB ഓഫീസർ വന്നു. എൻ്റെ കയ്യിൽ ബില്ല് തന്നിട്ട് അയാളൊരു ചിരി. വളരെ ആകാംക്ഷയോടെ ഞാൻ ബില്ലൊന്ന് നോക്കി. എൻ്റെ അമ്മോ, 26 രൂപയോ? ഇതെങ്ങനെ സംഭവിച്ചു? വരൂ, എന്താണ് ആക്ച്വലി സംഭവിച്ചെന്ന് നോക്കാം. ഇതാണ് എൻ്റെ ഈ മാസത്തെ കറണ്ട് ബില്ല്. ബിൽ ഡേറ്റ് 1/6/2024, ഡ്യൂ ഡേറ്റ് 11/6/2024. ബിൽ അടച്ചില്ലെങ്കിൽ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്ന ഡേറ്റ് 26 ജൂൺ 2024. കണക്ഷൻ കാറ്റഗറി ഡൊമസ്റ്റിക് ആണെന്ന് കാണാം. KSEBയിൽ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 2343 രൂപ. ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 2214 രൂപ. അടച്ച ഡേറ്റ് 11 മെയ് 2024. KSEB ഓഫീസർ റീഡിംഗ് എടുക്കാൻ വന്ന സമയം 4 ജൂൺ 2024 വൈകുന്നേരം 4:10. സോളാർ ഡീറ്റെയിൽസിൽ എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റി 3 kW. ലാസ്റ്റ് മന്ത് KSEBയിലേക്ക് അധികം എക്സ്പോർട്ട് ചെയ്ത 102 യൂണിറ്റ് ഓപ്പൺ ബാങ്ക് യൂണിറ്റായും ഇവിടെ കാണാം. റീഡിംഗ് ആൻഡ് ജനറേഷൻസ്. ഇവിടെ കാണിക്കുന്ന കറണ്ട് എന്ന വാല്യൂ ആണ് സോളാർ വച്ചതിനു ശേഷം പാനൽ ഉൽപ്പാദിപ്പിച്ച ടോട്ടൽ കറണ്ട് 613. പ്രീവിയസ് എന്ന് കാണിക്കുന്നതാണ് കഴിഞ്ഞ മാസം റീഡിംഗ് എടുക്കുമ്പോഴുള്ള ടോട്ടൽ കറണ്ട് 192. ജെൻ എന്ന ഈ വാല്യൂ ആണ് ഈ മാസം സോളാർ ഉൽപ്പാദിപ്പിച്ച ടോട്ടൽ കറണ്ട്, അതായത് 613 മൈനസ് 192. മെയിൻ മീറ്ററിൽ സ്റ്റാറ്റസ് വർക്കിംഗ് ആണ്. എൻ്റെ വീട്ടിൽ കണക്ട് ചെയ്ത ലോഡ് 4 kV. ഇനി റീഡിംഗ് ആൻഡ് കൺസപ്ഷൻസ്. കറണ്ട് 124 എന്ന് കാണിക്കുന്നതാണ് KSEBയിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത ടോട്ടൽ കറണ്ട് വാല്യൂ. 57 എന്നത് കഴിഞ്ഞ മാസത്തെ ഇമ്പോർട്ട് റീഡിംഗ്. ഈ രണ്ട് റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെയ് മാസത്തെ ഇമ്പോർട്ടഡ് കറണ്ട് 67 യൂണിറ്റ്. താഴെ 535 എന്ന് കാണുന്നതാണ് എക്സ്പോർട്ട് വാല്യൂ. സോളാർ പ്രൊഡക്ഷൻ സമയത്ത് നമ്മുടെ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ് KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ് 159 ആണ് ലാസ്റ്റ് മന്തിലെ എക്സ്പോർട്ട് വാല്യൂ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് 376. അതായത് മെയ് മാസം KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ടോട്ടൽ യൂണിറ്റ്സ്. എക്സ്പോർട്ട് മൈനസ് ഇൻപോർട്ട്, അതായത് 376 മൈനസ് 67, 309 യൂണിറ്റ് ഞാൻ KSEBയിലേക്ക് മെയ് മാസം അധികം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ 309 യൂണിറ്റ് അധികം കൊടുത്തപ്പോൾ KSEB എനിക്ക് ഫിക്സഡ് ചാർജായി 85 രൂപയാണ് ഈടാക്കുന്നത്. ഈ ഫിക്സഡ് ചാർജ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽഡായി ഞാൻ പറഞ്ഞു തരുന്നതാണ്. മറ്റുള്ള ചാർജുകൾ എല്ലാം കൂട്ടി ടോട്ടൽ ബിൽ എമൗണ്ട് 184 ആണെന്ന് കാണാം. ഞാൻ KSEBയിൽ അഡ്വാൻസ് എമൗണ്ട് ഒന്നും അടച്ചില്ല എങ്കിലും ഇവിടെ 158 രൂപ കുറച്ച് ഫൈനൽ ബിൽ എമൗണ്ട് 26 രൂപയാണെന്ന് കാണാം. ഈ 158 രൂപ ഏതാണെന്ന് താഴെ റിമാർക്സിൽ വളരെ ചെറിയ ലെറ്റേഴ്സിൽ KSEB എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ക്ലിയറായി കാണാൻ വേണ്ടി KSEBയുടെ ഈ ബില്ല് നോക്കാം. ഈ കാണുന്നതാണ് KSEBയുടെ ഈ ബില്ല്. ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് മുൻപേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ കാണാം. സോളാർ കസ്റ്റമേഴ്സിന് മന്ത്ലി ബില്ലാണ് ഉണ്ടാവുക. എൻ്റെ മെയ് മാസത്തെ KSEB ഈ ബില്ലാണിത്. എൻ്റെ കണക്ഷൻ സിംഗിൾ ഫേസ് ആണ്. എൻ്റെ വീട്ടിൽ കണക്ട് ചെയ്ത ലോഡ് എത്രയാണെന്ന് ഇവിടെ കാണാം. KSEBയിൽ ഞാൻ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് 2343. ലാസ്റ്റ് ബിൽ ഡേറ്റും
പ്രീവിയസ് റീഡിംഗ് എടുത്ത ഡേറ്റും 2 മെയ് 2024. ഇമ്പോർട്ട് ഇതാണ് രാത്രി സമയത്ത് KCBയിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത യൂണിറ്റ്. ഇത് ലാസ്റ്റ് മന്ത് റീഡിംഗ് എടുക്കുമ്പോഴുള്ള വാല്യൂ 57. ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് ഈ മാസത്തെ റീഡിംഗ് 124. ഇവ തമ്മിൽ കുറച്ചാൽ കിട്ടുന്നതാണ് ഈ മാസം KCBയിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത കറണ്ട് 67 യൂണിറ്റ്. താഴെ കാണുന്നത് കഴിഞ്ഞ മാസം KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത റീഡിംഗ് 159. ഈ മാസത്തെ ഫൈനൽ റീഡിംഗ് ആണ് 535. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ മന്തിൽ എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 376. ഇനി സോളാർ ജനറേഷൻ ടേബിൾ നോക്കാം. ഏപ്രിൽ മാസം സോളാർ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 192 യൂണിറ്റ്. ഈ മാസം ഫൈനൽ റീഡിംഗ് 613 യൂണിറ്റ് ആണെന്ന് കാണാം. ഇവ തമ്മിൽ കുറച്ചാൽ കിട്ടുന്നതാണ് ഈ മാസം സോളാർ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 421 യൂണിറ്റ്. 421 യൂണിറ്റ് ജനറേറ്റ് ചെയ്തപ്പോൾ 376 യൂണിറ്റ് മാത്രമേ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുള്ളൂ. ബാക്കിയുള്ളത് പകൽ സമയത്ത് ഞാൻ തന്നെ യൂസ് ചെയ്തു. പകൽ സമയത്ത് നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ മാസം ജനറേറ്റ് ചെയ്ത യൂണിറ്റ് 421 മൈനസ് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 376 ഈക്വൽ ടു 45. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് നെറ്റ് റീഡിങ്. അതായത് 376 മൈനസ് 67 309 യൂണിറ്റ്. 309 യൂണിറ്റ് ഞാൻ KCBയിലേക്ക് അധികം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ KCB സോളാർ കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്ന ചാർജസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിൽ ഡീറ്റെയിൽസിൽ ഫിക്സഡ് ചാർജ് 85 രൂപ. ഓരോ മാസവും നിങ്ങൾ എത്ര യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഫിക്സഡ് ചാർജും മാറിക്കൊണ്ടിരിക്കും. ഈ 85 എന്ന വാല്യൂ KCB എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മെയ് മാസം സോളാർ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 421 മെയ് മാസം ഇമ്പോർട്ട് ചെയ്ത 67 യൂണിറ്റ് കൂട്ടുകയും അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത 376 യൂണിറ്റ് കുറയ്ക്കുകയും ചെയ്താൽ കിട്ടുന്ന യൂണിറ്റാണ് 112 യൂണിറ്റ്. ഇനി KCBയുടെ ഫിക്സഡ് ചാർജസിൻ്റെ ടേബിൾ നോക്കാം. 0 to 50 യൂണിറ്റിന് KCB സിംഗിൾ ഫേസിന് 40 രൂപയും 3 ഫേസിന് 100 രൂപയുമാണ് ഈടാക്കുന്നത്. 51 മുതൽ 100 യൂണിറ്റ് വരെ 65 രൂപയും 140 രൂപയുമാണ് ഈടാക്കുന്നത്. 101 മുതൽ 150 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന് 85 രൂപയും 3 ഫേസിന് 170 രൂപയുമാണ് ഈടാക്കുന്നത്. ഇവിടെയാണ് എൻ്റെ ബില്ലിലെ 112 എന്ന വാല്യൂ വരുന്നത്. ടേബിളിൽ 101നും 150നും ഇടയിൽ. എൻ്റെ സിംഗിൾ ഫേസിന് 85 രൂപയാണ് ഫിക്സഡ് ചാർജ്. ഇനി എൻ്റെ മന്ത്ലി കൺസപ്ഷൻ 151നും 200 യൂണിറ്റിനും ഇടയിലാണെങ്കിൽ സിംഗിൾ ഫേസിന് 120 രൂപയും 3 ഫേസിന് 180 രൂപയുമാണ്. ഇനി അതല്ല 201നും 250 യൂണിറ്റിന് ഇടയിലാണെങ്കിൽ സിംഗിൾ ഫേസിന് 130ഉം 3 ഫേസിന് 200 രൂപയുമാണ്. ഇനി എൻ്റെ ഉപയോഗം 250 യൂണിറ്റിലും കൂടുതലായിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലാബിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. പിന്നെ 0 to 300, 0 to 350 അങ്ങനെ പോകുന്നു. ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ് എനർജി ചാർജസ്. ഓരോ സ്ലാബിനുമുള്ള എനർജി ചാർജസ് ഇവിടെ കാണാം. ഇനി ബാക്കിയുള്ള എന്തൊക്കെ ചാർജസുകളാണെന്ന് നോക്കാം. മീറ്റർ റെൻ്റായി 30 രൂപ, സെൽഫ് ജനറേഷൻ ചാർജസായി 63 രൂപ 15 പൈസ, ടോട്ടൽ ജനറേറ്റ് ചെയ്ത യൂണിറ്റായ 421നെ 15 പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് സെൽഫ് ജനറേഷൻ ചാർജ്. ഇതുകൂടാതെ ടോട്ടൽ GST ആയി 5 രൂപ 40 പൈസ. ഇതെല്ലാം കൂടി ടോട്ടൽ എമൗണ്ട് 184 രൂപ. ഇതിൽ നിന്നും KCB 158 രൂപ കുറച്ചതായി കാണിക്കുന്നുണ്ട്.
അത് എന്താണ് എന്ന് ഇവിടെ റിമാർക്സിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റീഫണ്ടായി കിട്ടിയതാണ് 158 രൂപ. അങ്ങനെയൊരു ഉപകാരമെങ്കിലും KCBയുടെ സൈഡിൽ നിന്ന് വന്നല്ലോ, ഭാഗ്യം. ഫൈനലി മെയ് മാസത്തിൽ ഞാൻ അടയ്ക്കേണ്ട കറണ്ട് ബില്ല് 26 രൂപ. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മെയ് മാസം ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് 67, KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 376. ഈ മാസം ബാങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 102 യൂണിറ്റ്. മെയ് മാസത്തെ നെറ്റ് റീഡിങ് 376 - 67 = 309 യൂണിറ്റ്. ഇത് ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസുമായി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ബാങ്ക് ക്ലോസിംഗ് വാല്യൂ 411. ഇനി കൺസപ്ഷൻ റിപ്പോർട്ട് നോക്കാം. ഇവിടെ ഏപ്രിൽ മാസത്തിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 8 ദിവസം കൊണ്ട് 57 യൂണിറ്റാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തതെന്ന് കാണാം. എക്സ്പോർട്ട് ചെയ്തത് 159. ആ മാസം KCBയിലേക്ക് അധികം കൊടുത്ത 102 യൂണിറ്റ് ബാങ്ക് ബാലൻസ് ആക്കി ആഡാക്കിയതായും ഇവിടെ കാണാം. ഇനി മെയ് മാസം ഞാൻ 67 യൂണിറ്റാണ് KCBയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. പകൽ സമയം KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്തത് 376 യൂണിറ്റ്. എക്സ്പോർട്ട് ചെയ്ത 376നോട് ബാങ്കിലുള്ള 102 കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 478. ഈ ടോട്ടൽ എക്സ്പോർട്ട് ചെയ്ത കറണ്ട് 478ൽ നിന്നും മെയ് മാസം ഇമ്പോർട്ട് ചെയ്ത 67 യൂണിറ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് മെയ് മാസം എൻ്റെ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് 411 യൂണിറ്റ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും സോളാർ നല്ലതാണെന്ന്. ശരിയാ, ശ്രദ്ധിച്ചാൽ നല്ലതാ. പക്ഷേ എല്ലാത്തിനും ഒരു മറുവശമുണ്ട്. അതെ, എൻ്റെ അടുത്ത വീഡിയോയിൽ വെറും 25 യൂണിറ്റ് അധികം ഉപയോഗിച്ച KCBയുടെ ഒരു സോളാർ കസ്റ്റമറിൻ്റെ ബില്ല് കാണിച്ചു തരാം. കേൾക്കാൻ വെറും 25 യൂണിറ്റ് മാത്രമാണെങ്കിലും KCBയുടെ ബില്ല് കാണുമ്പോൾ നിങ്ങൾ സോളാർ പാനൽ വെക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പോകും. ഇതുപോലുള്ള രസകരമായ കറണ്ട് ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. ഇമെയിൽ myhomesolarpanel@gmail.com. Please like the video and subscribe the channel. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. Thank you for watching. See you in the next video.